ടീച്ചറമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക ക്ലാസ്സുകളിലെയും ജീവചരിത്രക്കുറിപ്പുകളും 3-4 ക്ലാസ്സുകളിലെ പാഠങ്ങളും ഹെൽത്തി പാചകക്കുറിപ്പുകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അടുത്ത യൂണിറ്റായ ഒരു സ്വപ്നം പോലെ. അടുത്ത യൂണിറ്റിൻ്റെ പേരാണ് ഒരു സ്വപ്നം പോലെ. സ്വപ്നം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് അല്ലേ? എന്താണ് സ്വപ്നം? എന്താണ് മക്കളെ സ്വപ്നം? അറിയോ നിങ്ങൾക്ക് എന്താ സ്വപ്നം? ഭാരതത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരാളുണ്ടായിരുന്നു. ആരാണ് അദ്ദേഹം? അദ്ദേഹമാണ് സ്വപ്നം എന്ന വാക്കിന്, ആ വാക്കിൻ്റെ പൊരുൾ, അതായത് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മലയാളികൾക്ക് അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാവർക്കും മനസ്സിലാക്കി തന്ന ഒരു മഹാനാണ് APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ്. നമ്മളുടെ മനസ്സിലൊരു സ്വപ്നമുണ്ടെങ്കിൽ, ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നേടുന്നതുവരെ ഉറക്കം വരാതെ പരിശ്രമിക്കുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചാൽ ഒരു മാജിക് പോലെയാണ്, ഒരു മാന്ത്രിക വിദ്യ പോലെ നമുക്ക് ആ സ്വപ്നം നേടാൻ സാധിക്കും. മക്കളെ, നേടാൻ സാധിക്കും, ഉറപ്പാണത്. അതിന് നാം ചെറിയ സ്വപ്നം കണ്ടാൽ പോരാ. ചെറിയ സ്വപ്നം കാണുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, അത് നാം നേടിയെടുക്കണം. ആ സ്വപ്നം എന്തായാലും അത് നേടിയെടുക്കാനായി പരിശ്രമിച്ച് അത് നേടിയെടുക്കുക തന്നെ വേണം. അതാണ് ഒരു സ്വപ്നം പോലെ എന്നതാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും. ഒരു സ്വപ്നമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ, പരിശ്രമിക്കുകയുള്ളൂ. ഈ ചിത്രം ഒന്ന് നോക്കൂ, എന്ത് ഭംഗിയാണ്! ഒരു ഡീനസോറും കുറച്ച് കുട്ടികളും ഒരു പക്ഷിയും അല്ലേ? ഈ ഡീനസോറിൻ്റെ മുകളിൽ ഏണി വെച്ച് കയറിയിരിക്കുന്ന ഒരു കുട്ടി. കാണുമ്പോൾ ഇതൊരു പാർക്കിൻ്റെ ദൃശ്യമാണെന്ന് തോന്നുന്നു. 2 കുട്ടികളും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച്, ഒരു കുട്ടി സൈക്കിളിൽ പോകുന്നു, ഒരു കുട്ടി അവിടെ നിന്ന് കളിക്കുന്നു. 3 കുട്ടികളും വളരെ അത്യാഹ്ലാദത്തിലാണ്. കണ്ടോ? കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ആഹ്ലാദത്തോടു കൂടിയിരിക്കണം, സന്തോഷത്തോടു കൂടിയിരിക്കണം. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു നല്ല കഥ ഈ ചിത്രത്തിൽ നിന്ന് മക്കൾ ഉണ്ടാക്കി എഴുതണം കേട്ടോ. യൂണിറ്റിലെ ആദ്യ പാഠം നീലാകാശം. നീലാകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞ് സന്തോഷത്തോടു കൂടി നീലാകാശത്തിലോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലേ? തുടങ്ങാം. അതിരില്ലാതെ പരന്നു കിടപ്പുണ്ട് ആകാശം, നീലാകാശം, അവിടെ പക്ഷി കണക്കെ പായാൻ കവിയുന്നുണ്ടേ മോഹം. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ, ഗഗനരഥത്തിൽ കയറി പോകാം ഗതിയില്ലല്ലോ വേറെ. എന്നാൽ എൻ്റെ മനസ്സിനു ചെല്ലാം എല്ലാ ദിക്കിലുമൊപ്പം, ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും. ആരു കൊടുത്തു ശക്തി മനസ്സിന് ദൂരം തരണം ചെയ്യുവാൻ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ നീലാകാശം എന്നുള്ള കവിതയാണിത്. ഒരു കുട്ടി നീലാകാശത്തോട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതാണ് ഈ പാഠം. അതിരില്ലാതെ പരന്നു കിടക്കുന്ന ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞ്. ആ ആകാശത്തേക്ക് ഒരു പക്ഷിയെപ്പോലെ പായാൻ ആഗ്രഹമുണ്ടെന്നാണ് കുഞ്ഞു പറയുന്നത്. എന്നാൽ ചിറകില്ലാതെ ആകാശത്തേക്ക് പറക്കാനാകുമോ? ആകാശത്ത് പറക്കാനാകുമോ? അത് കഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയുമല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. എന്നാൽ അങ്ങനെയും നമുക്ക് ചിന്തിച്ചൂടെ? എങ്ങനെ? നമ്മുടെ മനസ്സിന് എല്ലാ ദിക്കിലും ചെല്ലാൻ കഴിയും ഇല്ലേ? ചിറകും രഥവും ഒന്നുമില്ലെങ്കിലും പാറി പാറി നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. അതായത് മനസ്സുകൊണ്ട് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ, സ്വപ്നം കാണുകയാണെങ്കിൽ, പരിശ്രമത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ
ആ സ്വപ്നം നേടിയെടുക്കാൻ നമുക്കാകും എന്നാണ് ഈ കുഞ്ഞ് അവസാനം പറയുന്നത്. എത്ര വലിയ കാര്യങ്ങളും ഇങ്ങനെ നടത്തി തരാനുള്ള ശക്തി നമ്മുടെ മനസ്സിന്, ഓരോ കുഞ്ഞുങ്ങളുടെയും ഓരോ വലിയവരുടെയും മനസ്സിനുണ്ട്. ആ ശക്തി നാം തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ. ആ ശക്തി കുഞ്ഞിനെ നാം തിരിച്ചറിഞ്ഞാൽ എത്ര വലിയ ആഗ്രഹമായാലും എത്ര വലിയ സ്വപ്നമായാലും നമുക്ക് നേടാൻ സാധിക്കും. അതിനുദാഹരണങ്ങളാണ് റൈറ്റ് സഹോദരന്മാർ കണ്ടെത്തിയ എയ്റോപ്ലെയിനും, അതായത് വിമാനവും, എഡിസൺ കണ്ടെത്തിയ ബൾബും, അങ്ങനെ 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 നീണ്ടുപോകുന്ന ഒരു നിര. അപ്പോൾ നാം നമ്മുടെ ഏതാഗ്രഹത്തിന് വേണ്ടിയും ശ്രമിക്കണം, അത് നേടിയെടുക്കണം. നമുക്ക് ഈ ദൂരം, അതായത് അവസാന വരികൾ പറയുന്നത് എന്താണ്? ചിറകില്ലാതെ രഥമില്ലാതെ പാറാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഇത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹിക്കാനുള്ള ശക്തി, ഇങ്ങനെ ദൂരം തരണം ചെയ്ത് മറികടന്ന് ഈ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ശക്തി ആരാണ് നമ്മുടെ മനസ്സിന് നൽകിയത്? ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തേക്ക് മനസ്സുകൊണ്ട് പോകാനുള്ള ഈ ശക്തി നമുക്ക് ആരു നൽകി? ഇത്രയും ദൂരം മറികടക്കാൻ മനസ്സിന് ശക്തി കൊടുത്തത് ആരാണ് എന്നാണ് കുട്ടി അവസാനം നമ്മളോട് ചോദിക്കുന്നത്. കണ്ടോ? അങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ പറക്കാമെന്നും ഏത് ആഗ്രഹം വേണമെങ്കിൽ നമുക്ക് സാധിക്കാമെന്നുമാണ് ഈ കുഞ്ഞ് പറയുന്നത്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് നമ്മളോട് പറയുന്നത്. താങ്ക് യു.